ഹലോ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ മാർക്കറ്റിലെ നമുക്ക് ട്രെൻഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ എൻട്രീസ് ആണ്, ഞാൻ ഇന്നലെ വരച്ചു വെച്ച എൻട്രീസ് ആണ് ഇന്നിവിടെ നടന്നു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം. ഫസ്റ്റത്തെ എൻട്രി ജസ്റ്റ് മിസ് വന്ന് ടാപ്പ് ചെയ്യാതെ എക്സ്ട്രീമിലോട്ട് കയറിപ്പോയി. സോ അഗൈൻ പ്രൈസ് തിരിച്ച് താഴെ വന്നു. അതിനുശേഷം നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ വരച്ച, നമുക്ക് ഇത്രയാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് സ്വീപ്ഡ് ആണ്. അപ്പോൾ എക്സിറ്റ് ആയി പോയാലും നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ എൻട്രി എടുക്കാം. ആ കണ്ടിന്യൂഷനിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. പ്രൈസ് എങ്ങോട്ട് പോയി? നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ടായിരുന്നു? എക്സ്ട്രീം അല്ലേ? ആ എക്സ്ട്രീം വരെ പ്രൈസ് പോയി. ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ കൺസെപ്റ്റ്. ഇതായിരുന്നു ഇന്നലെ ഞാൻ പഠിപ്പിച്ച സംഭവം. അപ്പൊ മാർക്കറ്റ് അതേപോലെ ഏകദേശം നടന്നു അല്ലേ? അപ്പം അത് കാണിക്കാനല്ല ഇന്ന് വന്നത്. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ചെറിയ സന്തോഷം. അതിപ്പോ അതും കൂടെ ഒന്ന് ഇതിന്റെ ഇടയിൽ പറയാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇന്നത്തെ കൺസെപ്റ്റ് അല്ല, ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന സംഭവം എന്താന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് ഡയറക്ഷൻ പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഞാൻ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഒന്നും കൂടെ വേറെ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ജസ്റ്റ് ഇല്ലാത്തവർ ഒന്നും കൂടെ പോയി കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം, അല്ല ഡിസ്കോഡ് ത്രൂ ചോദിക്കാം കേട്ടോ. സോ അപ്പം ഞാൻ ഡെയിലി 4 അവർ 1 അവറിന്റെ ഒക്കെ ഡയറക്ഷൻ പറഞ്ഞു. അപ്പൊ അതിൽ വരാൻ ചാൻസസ് ഉള്ളതും 2-3 പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പം അതാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ നമുക്ക് 4 അവർ ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ദെൻ അതിനുശേഷം 4 അവറും പോട്ടെ, ഡെയിലിയിൽ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, ബുള്ളിഷ് ആയി. ദെൻ 4 അവറിൽ വന്ന് നമ്മൾ നോക്കുമ്പം 4 അവർ സ്ട്രക്ചർ ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ 4 അവറിലെ ഒരു ബെയറിഷ്, ഇത് ഡെയിലി, ഇത് 4 അവർ. അപ്പൊ 4 അവറിൽ നമുക്കൊരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി എന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ട്രെൻഡിന് ട്രസ്റ്റ് ചെയ്യണം? അതിനുശേഷം പിന്നെയും നമ്മൾ 1 അവറിൽ പോയപ്പം 1 അവറിൽ നമുക്ക് അഗെയിൻ ഇത് 1 അവർ ആണെങ്കിൽ 1 അവർ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പൊ ഇങ്ങനെ വരുമ്പം ഏതിനെ ട്രസ്റ്റ് ചെയ്യണമെന്ന് ഒരു ഡൗട്ട് വരാം. അപ്പൊ 2-3 പേര് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഡെയിലിയിൽ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം ഇന്നലെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പൊ ഡെയിലി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് അപ് ട്രെൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ 4 അവറിൽ വരുമ്പം നമുക്ക് ബെയറിഷ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ തൊട്ടടുത്തിട്ടുള്ള ടൈം ഫ്രെയിമും കൂടെ പോവുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് ഏതൊക്കെയാ? ഡെയിലി, 4 അവർ, 1 അല്ലേ? 1 അവർ. അപ്പം ഡെയിലി നമുക്ക് ബുള്ളിഷ് ആണ്, 4 അവർ ബെയറിഷ് ആണെങ്കിൽ തൊട്ടടുത്ത 1 അവറിലും കൂടെ നമ്മൾ പോകുമ്പം ഏത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കുക, റീസെന്റ് ആയിട്ടുള്ള. അപ്പം മേജർ ആയിട്ട് 3-ൽ-2 ട്രെൻഡ് എങ്ങോട്ടാണോ കിട്ടുന്നത് ആ ട്രെൻഡിനെ വേണം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെയിലി ഇപ്പൊ ബുള്ളിഷ് കിട്ടി, 4 അവർ വന്നപ്പോൾ നമുക്ക് ബെയറിഷ് കിട്ടി, അഗൈൻ 1 അവറിൽ ബുള്ളിഷ് കിട്ടിയാൽ 1:3-ല് 1:2 ഏതാണ് കിട്ടിയത്? 2 എന്ന് പറയുന്നത് ബുള്ളിഷും 1 എന്ന് പറയുന്നത് ബെയറിഷും. അപ്പൊ ഏറ്റവും പ്രയോറിറ്റി ആർക്കാ? ബുള്ളിഷ്. അപ്പൊ ബുള്ളിഷിനെ ട്രസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്കൊരു ബുള്ളിഷ് കിട്ടി, 4 അവർ ബെയറിഷ്, 1 അവർ ബെയറിഷ് ആണെങ്കിൽ നമ്മൾ ഏതിനെ ട്രസ്റ്റ് ചെയ്യണം? ബെയറിഷിനെ ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ഇൻട്രാഡേ സെറ്റപ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്ന ട്രെൻഡ് ഏതാണോ ആ ട്രെൻഡിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് ചെയ്യാൻ നോക്കുക. ആ ഡയറക്ഷനിലായിരിക്കും മാർക്കറ്റ് പോകാൻ സാധ്യത. ഓക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നമ്മൾ റീസെന്റ് മാർക്കറ്റിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. ഒരുപാട് ബാക്കോട്ടൊന്നും പോകുന്നില്ല, റീസെന്റ് തന്നെ കാണിച്ചു തരാം. നോക്കാം. നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് കിട്ടി, അതിന് മുമ്പ് ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. നോക്കിയേ, ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുക. നമുക്കിവിടെ ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ദെൻ 4 അവറിൽ വന്നപ്പം 4 അവറിൽ ഇവിടെ എന്താ ഉള്ളത് നോക്കാം. 4 അവറിൽ നമുക്ക് ഇവിടെ ബെയറിഷ് ആണ്, ഇത് ഡെയിലി ആണ്. 4 അവറിൽ നമുക്ക് ഇപ്പൊ ബെയറിഷ് തന്നെയാണ്. ദെൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യണം അല്ലെ? അപ്പൊ പ്രൈസ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. നോക്കുക, യെസ്, ഗോഡ് ബ്രോക്കൺ. നോക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കുക. അപ്പം ഡെയിലിയിൽ എന്താ നമുക്ക് കിട്ടിയേ? ബെയറിഷ്. 4 അവറിൽ എന്താ കിട്ടിയ? ബുള്ളിഷ്. ഇനി ഒരു ടൈം ഫ്രെയിം കൂടെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതേതാ? 1 അവർ. അതിലും കൂടെ ഏതാ കിട്ടുന്നത് നോക്കിയിട്ട് വേണം നമ്മുടെ ട്രെൻഡ് തീരുമാനിക്കാൻ. 1 അവറിൽ നമുക്ക് കിട്ടിയത് ഏതാ? ബുള്ളിഷ് ആണോ? റീസെന്റ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബുള്ളിഷ്. അത് ബെയറിഷ് ആവണം, ഏത് ബ്രേക്ക് ആവണം? ഈ ഒരു ലോ ബ്രേക്ക് ആവണം അല്ലെ? അത് കിട്ടിയോ? ഇല്ല. അപ്പം ഡെയിലി എന്ന് പറയുന്നത് ബെയറിഷ്, 4 അവർ എന്ന് പറഞ്ഞ ബുള്ളിഷ്, 1 അവർ എന്ന് പറഞ്ഞതും
ബുള്ളിഷ്. അങ്ങനെയാണെങ്കിൽ ഏത് ട്രെൻഡിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം? ബുള്ളിഷ് ട്രെൻഡിനെ ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഡയറക്ഷനോട്ട് എൻട്രി എടുക്കാൻ ചാൻസസ്? ബുള്ളിഷ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ ബുള്ളിഷിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. ഇനി ഇതിലെങ്ങനെ എൻട്രി എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നു അല്ലേ? നമുക്ക് ട്രേഡിംഗ് റേഞ്ചും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കാം. എന്തുകൊണ്ട്? ട്രെൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ വരയ്ക്കില്ല. അത് ഇന്നലത്തെ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കാണും. 50% താഴെ ഏതാ ഉള്ളത്? ഓർഡർ ബ്ലോക്ക് അല്ലേ? ദെൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി. ദെൻ ഇതാണ് നമുക്കുള്ള എൻട്രി സെറ്റപ്പ്. നമുക്ക് എന്താക്കാം? ബൈ. എങ്ങോട്ടാ ടാർഗറ്റ്? എക്സ്റ്റേണൽ. ഓക്കെ, ഇതൊരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇങ്ങനെയാണ് ട്രെൻഡിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം 3 ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതിൽ 2 ടൈം ഫ്രെയിം എങ്ങോട്ടാണോ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ആ ടൈം ഫ്രെയിമിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ ജസ്റ്റ് എന്താ സംഭവിക്കാൻ നോക്കാം. ഫുൾ ലിക്വിഡിറ്റി. പ്രൈസ് താഴോട്ട് വരുമോ? ഇല്ല. എക്സ്റ്റേണൽ പൊട്ടിച്ച് പിന്നെയും പ്രൈസ് മേലോട്ട് പോയി അല്ലേ? അപ്പൊ നമ്മുടെ എൻട്രി സെറ്റപ്പ് അവിടെ ടാപ്പ് ആയില്ല, പക്ഷെ പ്രൈസ് അവിടെ നിന്ന് പോയി. ദെൻ 1 ഹവറിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അവിടെ 1 ഹവറിൽ നത്തിങ്. 2 ഹവർ, 3 ഹവർ. യാ, 3 ഹവറിൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലേ? നോക്കിയേ, 15 മിനിറ്റിൽ അതേ ഓർഡർ ബ്ലോക്ക് 3 ഹവറിൽ നമുക്ക് ഇവിടെ ഉണ്ട്. 15 മിനിറ്റ് അതിന് തൊട്ട് മേലെ ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വരച്ചു വെക്കുന്നില്ല. 4 ഹവർ, 4 ഹവറിലും ഒന്നുമില്ല, അതിന്റെ താഴെയാണുള്ളത്. ഓക്കെ, അപ്പൊ പ്രൈസ് അവിടെ വന്നില്ല, പക്ഷെ പ്രൈസ് അവിടെ നിന്ന് പോയി. പക്ഷെ നമുക്കുള്ള വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രി ആയിരിക്കും. അപ്പം അതിന് ശേഷം പ്രൈസ് അവിടെ നിന്ന് പിന്നെയും ഹൈ ഉണ്ടാക്കി മേലോട്ട് പോയി അല്ലേ? നമുക്ക് ആ എൻട്രീസ് കിട്ടിയില്ല, പക്ഷെ വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത്. ഏത് വാലിഡ്? നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റിലെ എൻട്രി ആയിരുന്നു ഇത്. ഓ, പ്രൈസ് ഒരുപാട് മേലെ പോയി അല്ലേ? അപ്പൊ നമുക്ക് ആ എൻട്രി ട്രിഗർ ആയില്ല, പക്ഷെ പ്രൈസ് ഒരുപാട് മേലെ പോയി. ഓ, പ്രൈസ് താഴോട്ട് തിരിച്ചു വരുന്നുണ്ട്. ബ്രേക്ക് സ്ട്രക്ചർ. ഓ, നോക്കുക, നോക്കിയേ, നമ്മുടെ 50 മിനിറ്റിലെ ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? പ്രീമിയം ഡിസ്കൗണ്ട് കൺസെപ്റ്റിലെ 50 മിനിറ്റിന്റെ എൻട്രിയിലാണ് പ്രൈസ് വന്ന് തൊട്ടിട്ട് കയറിപ്പോയത്. ഇത്രയും ലോങ് ആണെങ്കിൽ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കില്ല, പക്ഷേ നോക്കുക, നമ്മൾ വരച്ച അതേ സ്ഥലത്താണ് പ്രൈസ് വന്നിട്ട് തൊട്ടിട്ട് കയറിപ്പോയത് അല്ലേ? യെസ്, അടിപൊളി എൻട്രി അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും ദൂരെയാണ് എടുക്കില്ല, എന്നാലും ഞാൻ കാണിച്ചതാണ് ആ പോയിന്റ് അവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് പോയി. ഓക്കെ, അപ്പൊ ഡയറക്ഷനിൽ നമുക്ക് 3 ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതിൽ ഒരു ടൈം ഫ്രെയിം മാറിയാലും കുഴപ്പമില്ല, മറ്റേ ടൈം ഫ്രെയിമിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? എൻട്രി എടുക്കാം. ഇനി കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാം. ഡെയിലി. ഇന്ന് ഗോൾഡിൽ തന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സോറി, ഗോൾഡാണ് എൻ്റെ ഫേവറേറ്റ് പെയർ കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കാം. ഇവിടെ നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? BOS. ദെൻ ബാർ വെച്ച് ഡിലീറ്റ് ആക്കാം. BOS കിട്ടി. ഇനി ഡെയിലി ബുള്ളിഷ് ആണ്. 4 അവർ എന്താ കിട്ടിയേ? 4 അവർ ഓൾസോ ബുള്ളിഷ്. ദെൻ 1 അവർ ഓൾസോ ബുള്ളിഷ്. 1 അവറിലൊക്കെ നമുക്ക് ബെയറിഷ് ആവണേ എന്താവണം? ഇത് ബ്രേക്ക് ആവണം അല്ലേ? 4 അവർ ബുള്ളിഷ്, ഡെയിലി ബുള്ളിഷ്. ദെൻ ബുള്ളിഷ്. പ്രൈസ് കണ്ടിന്യൂവേഷൻ എടുത്ത് കയറി പോവാണ്. ദെൻ 4 അവർ നമുക്ക് ബ്രേക്ക് ആയി. മീൻസ് ഇതല്ല, സോറി, ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇത് ബ്രേക്ക് ആയി. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡെയിലി ബുള്ളിഷ് കിട്ടി, 4 അവർ ബെയറിഷ് കിട്ടി. ഞാൻ എന്തിനും ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്ന വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കാം മാർക്കറ്റ് ഉണ്ടാവുക. ഡെയിലി ഒരു ബ്രേക്ക് സ്ട്രക്ചർ മേലോട്ടുണ്ട്, 4 അവർ ഒരു ബ്രേക്ക് സ്ട്രക്ചർ താഴോട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ എന്തിനും ഇപ്പോൾ പ്ലേ ചെയ്ത് പോയെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ടൈമിൽ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കാം അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ 4 അവർ താഴോട്ട് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഇനി 1 അവറിന് നമുക്ക് പ്രയോറിറ്റി ഉണ്ട്. 1 അവർ ഓൾസോ വി ഹാവ് എ ബെയറിഷ്. അപ്പോൾ നമ്മൾ ഏതിൽ ട്രസ്റ്റ് ചെയ്യണം? ഡെയിലി ബുള്ളിഷ്, 4 അവർ ബെയറിഷ്, 1 അവർ ഓൾസോ ബെയറിഷ്. സോ നമ്മൾ ഏതിൽ ട്രസ്റ്റ് ചെയ്യണം? ബെയറിഷ്. 2 ടൈം ഫ്രെയിം നമ്മൾ കാണിച്ചു തരുന്ന ഡയറക്ഷൻ ട്രസ്റ്റ് ചെയ്തു അല്ലേ? ദെൻ ബെയറിഷ് ഇത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുക. ഹൈ, ലോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇല്ല. അതില്ലാത്തതിന്റെ റീസൺ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നോക്കുക. ദെൻ 15 മിനിറ്റിൽ എന്താ ഉള്ളത്? ഇതിന്റെ മേലെ എന്താ ഉണ്ടാവുക? നമുക്ക് 15 മിനിറ്റിലെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ലിക്വിഡിറ്റി ഉണ്ടാവും, പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നും എനിക്ക് ഇവിടെ കാണുന്നില്ല. ദെൻ 1 അവർ. 1 അവർ ലിക്വിഡിറ്റി ഒന്നുമില്ല. അപ്പോൾ ഉള്ള ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവരാണ്.
അപ്പൊ അതിന്റെ മേലെ എന്താ ഉള്ളതെന്ന് നോക്കുക, ഓർഡർ ബ്ലോക്ക്. എന്തുകൊണ്ട് ഞാൻ അതിന് പ്രയോറിറ്റി കൊടുത്തു? കാരണം ലിക്വിഡിറ്റി കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇനി 4 അവറോ സെയിം. ഇനി പ്രൈസ് അവിടെ വരുമോ നോക്കാം, വന്നോ ഇല്ലയോ. ജസ്റ്റ് നമ്മളെ പ്രൈസ് അതൊക്കെ പൊട്ടിച്ച് അങ്ങ് കിലോമീറ്റർ താഴെ പോയിട്ടോ. ഡയറക്ഷൻ നോക്കുക, 2 ടൈം ഫ്രെയിം ബെയറിഷ് എന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് ബെയറിഷ് ആയി, അത് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ദെൻ പ്രൈസ് ഫ്യൂച്ചറിലെങ്കിലും വരുമോ? 4 അവർ ഇല്ല, അങ്ങോട്ട് വരും തോന്നില്ല, അവിടെ നിന്ന് തന്നെ പ്രൈസ് പോയി. ഓക്കെ, പോട്ടെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ജസ്റ്റ് വേറൊരു പേരും കൂടെ നോക്കാം, GBP/USD. GBP ഇന്നലെ നമ്മൾ വരച്ചു വെച്ചിരുന്നു, ബെയറിഷ് ആണ്. അപ്പൊ ഇത് ഇപ്പം ഇവിടെ നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെ, കറണ്ട് ട്രെൻഡ് എന്താണ്, നിങ്ങൾ തന്നെ പറ. ഇതെടുക്കാൻ പറ്റുമോ ബെയറിഷ് ആയിട്ട്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനോ? കാരണം എന്താ, വിക്ക് ബ്രേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എടുക്കുന്നത് ഇതാണ് അല്ലേ. ഇനി 4 അവർ വന്നു. 4 അവർ നമുക്ക് റീസെന്റ് നമ്മളിപ്പോ വന്നപ്പോ ഇങ്ങനെയുള്ളത്, അതുകൊണ്ടാണ് കണ്ടത് ഞാൻ കുറച്ചിനെ അടിച്ചു വിട്ടതിന്റെ കാരണം ഇങ്ങനെയാണ്. നമ്മളിപ്പോ വന്നപ്പം ഡെയിലി ബെയറിഷ്, 4 അവർ ഒരു ബുള്ളിഷ് ഉണ്ട്, പക്ഷെ റീസെന്റ് അതാണ് അല്ല. റീസെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, അത് ബോഡി ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഡെയിലി ബെയറിഷ്, 4 അവർ ബെയറിഷ്. ഇനി 1 അവറിലോട്ട് പോയാലും പോയില്ലെങ്കിലും കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് 2 ടൈം ഫ്രെയിം എന്തോ കാണിച്ചു തന്നു, അതിന് ട്രസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പം 1 അവറിൽ വന്നു. 1 അവറിൽ വന്നപ്പോഴും എന്താ നമുക്കുള്ളത്, വി ഹാവ് എ ക്ലീൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഏതിനെ ട്രസ്റ്റ് ചെയ്യണം? ബെയറിഷിനെ ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ട്രേഡിംഗ് റേഞ്ച് ഇല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? ഹൈ ലോ. ഇനി 50% ഉള്ളിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലിക്വിഡിറ്റി ഏതാ? ഇത് ലിക്വിഡിറ്റി. അതിന്റെ മേലെ എന്താ ഉള്ളത്? എക്സ്ട്രീം അല്ലേ. നമുക്ക് അത് വേണോ? വേണ്ട, നമുക്ക് എല്ലാ ടൈം ഫ്രെയിം നോക്കണം. 4 അവർ, ഓക്കെ. ദെൻ 2 അവർ, 2 അവർ, 3 അവർ, അതിന്റെ മേലെ. അപ്പൊ അത് നമ്മൾ നോക്കണ്ട, 4 അവർ അത് തന്നെ. അപ്പം നമുക്കുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ്. നമുക്കപ്പോൾ ഏതിന് ട്രസ്റ്റ് ചെയ്യാം? അതിന് ട്രസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സെൽ, സ്റ്റോപ്പ് ലോസ്, ഫിക്സ്ഡ് പിപ്സ് എടുക്കുക, ടാർഗറ്റ് എക്സ്ട്രീം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻട്രി എടുത്തത്? ട്രേഡിംഗ് റേഞ്ച് അല്ല, അതിനു പകരം ട്രെൻഡ്, മാർക്കറ്റ് ട്രെൻഡ് വെച്ചിട്ടുള്ള എൻട്രീസ് ആണ് കേട്ടോ, ഇൻട്രാഡേ സെറ്റപ്സ്. അതാണ് ഇപ്പൊ കാണിച്ചത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ എൻട്രി വരിക. ഇനി നമുക്ക് ആ 4 അവർ ഇത് ഇപ്പൊ കറണ്ട് മാർക്കറ്റ്. ഇനി ബാക്കോട്ടുള്ള ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പൊ ഡിലീറ്റ് ചെയ്യാം. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ കറണ്ട് മാർക്കറ്റിൽ നിൽക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക, അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്പ് സൈഡ്. ഇപ്പോൾ മാർക്കറ്റ് ഈസ് ഇൻ ബുള്ളിഷ്. എങ്ങനെ ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? 4 അവറിൽ വന്നു. 4 അവറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ബുള്ളിഷ് തന്നെയാണ് അല്ലേ. ബെയറിഷ് ആവണം, ഏത് ബ്രേക്ക് ആവണം? ഇത് ബ്രേക്ക് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാരണം ഇതാണ് ഹയർ ഹൈ. ആ ലോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ ഹയർ ഹൈ ഉണ്ടാക്കിപ്പിച്ച ലോ ഏതാണോ അതല്ല, ആ ലോവിനെ തിരിച്ച് പ്രൈസ് ബ്രേക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് അതിനെ ഒരു ബെയറിഷ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പകരം എന്തുണ്ടാക്കി? പിന്നെ പ്രൈസ് എന്ത് ചെയ്തു? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. അപ്പോൾ 4 അവറിലും ബുള്ളിഷ്, ഡെയിലിയിലും ബുള്ളിഷ്. അപ്പൊ നമുക്ക് ഇതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാം. ഇനി 1 അവർ നോക്കാം, അതും കൂടെ ജസ്റ്റ് നോക്കാം. 1 അവറും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് റേഞ്ച് വരച്ച് ഹൈലോ 50% ഉള്ളിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് എൻട്രി എടുക്കാം. ഇനി ലിക്വിഡിറ്റി, ഓർഡർ ബ്ലോക്ക്. പക്ഷേ ലിക്വിഡിറ്റി നോക്കാം, 50% ലിക്വിഡിറ്റി. ഇത് ലിക്വിഡിറ്റി ആക്കി എടുക്കാം, കാരണം നമുക്ക് വേറെ ലിക്വിഡിറ്റി ഇല്ല അല്ലെ. 50 മിനിറ്റ് എടുത്തു. ദെൻ 1 അവർ, 1 അവറിൽ നത്തിങ്. 2 അവർ, യെസ്, 2 അവറിൽ സെയിം ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലേ. 3 അവർ, 3 അവർ ഇത് ബ്രേക്ക് ആയി. ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ, ലോവർ ടൈം ഫ്രെയിമിന്റെ പ്രൈസ് ബുള്ളിഷും, ഹയർ ടൈം ഫ്രെയിം 3 അവറിന്റെ അല്ല, അത് ബ്രേക്ക് ആയി. ബ്രേക്ക് ആയെന്ന് വെച്ചാൽ വരച്ചിടണ്ടെന്നല്ല ഞാൻ കാണിക്കുന്നത്, ജസ്റ്റ് നമ്മുടെ ഫെയിൽ ആയി, നമ്മുടെ സെറ്റപ്പ് ഫെയിൽ ആയി. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ എൻട്രി ഇവിടെയാണ് വരിക, വരയ്ക്കാം. ദെൻ ഇവിടെ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബൈ എടുക്കും. ടാർഗറ്റ് എങ്ങോട്ട് വെക്കാം? എക്സ്ട്രീമിൽ വെക്കാം അല്ലെ, എക്സ്റ്റേണൽ. ഓക്കെ, ദെൻ അതിനുശേഷം ഒറ്റയടിക്ക് പ്രൈസ് നമ്മൾ എക്സിറ്റ് ആക്കി. നമ്മൾ സ്റ്റോപ്പ് ലോസ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും ഇല്ല എന്ന് ഒരിക്കലും പറയില്ല, എപ്പോഴും ഹിറ്റ് ആവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 2 TP മതി നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആവാൻ. ഓക്കെ, എന്നാലും നമ്മുടെ സെറ്റപ്പ് വെച്ച് ഞാൻ കാണിച്ചു തരുന്നത് മാത്രം. സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് വെച്ചാൽ അടിച്ചു, ഇതല്ല ലൈവായിട്ട് കണ്ടോ, അടിച്ചു. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു ഡെയിലി നമുക്ക് ബുള്ളിഷ്. ഇനി 4 അവർ എന്താ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കട്ടെ. 4 അവർ ബെയറിഷ് മാറി അല്ലെ, നമ്മളിപ്പോ പഠിച്ച സംഭവം. ഡെയിലി ബുള്ളിഷ് ആണ്, 4 അവർ ബെയറിഷ് ആണ്, 1 അവർ ഓൾസോ ബെയറിഷ് ഉണ്ടോ നോക്കിയേ. റീസെന്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതല്ല എടുക്കേണ്ടത്, ഏതാ എടുക്കണ്ടേ? ഏറ്റവും റീസെന്റ് ഇത് എടുത്താൽ മതി. 1 അവർ ഇതിനെടുക്കാൻ പറ്റുമോ നമുക്ക്? യെസ്, നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. സോറി,
ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഇരുന്ന് വീഡിയോ കാണും കേട്ടോ. ഞാൻ എടുത്ത എൻട്രി എടുത്ത് ബൈ ഫെയിൽ ആയി പോയി. പക്ഷെ ഫെയിൽ ആയെന്ന് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല. ഡെയിലി എനിക്ക് ബുള്ളിഷ്, 4 അവർ എനിക്ക് ബെയറിഷ്, 1 അവർ ഓൾസോ ടേൺ ടു ബെയറിഷ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡയറക്ഷൻ എനിക്ക് എങ്ങോട്ടാണ് കാണിച്ചത്? ബെയറിഷ്. അതുകൊണ്ട് എനിക്ക് ബെയറിഷിനെ ട്രസ്റ്റ് ചെയ്യാം. ബെയറിഷിനെ ട്രസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുന്നു. 50% ഉള്ളിൽ എന്താ ഉള്ളത് നോക്കുക. 50%ൽ തന്നെ തൊട്ടൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഞാൻ എടുക്കുന്നില്ല. ലിക്വിഡിറ്റി എനിക്ക് പ്രോപ്പറായിട്ട് കാണുന്നില്ല. ദെൻ അങ്ങനെയാണ് ഞാൻ 5 മിനിറ്റ് 15 മിനിറ്റിൽ പോയി നോക്കട്ടെ. എനിക്ക് ലിക്വിഡിറ്റി ഇവരാണ് അല്ലേ? അവനെ ലിക്വിഡിറ്റി എടുത്ത് തന്നെ. അതിന് മേലെ എന്താ ഉള്ളത്? 15 മിനിറ്റിൽ ഒരു വലിയ ക്യാൻഡിലാണ്, ഞാൻ അത് എടുക്കുന്നില്ല. 1 അവറിൽ എന്താ ഉള്ളത്? 1 അവറിൽ നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാം അല്ലെ, വിക്സോൺ. ദെൻ 2 അവർ സെയിം വലിയ ക്യാൻഡിലാണ്, ഞാൻ എടുക്കുന്നില്ല. ദെൻ 3 അവർ വലിയ വീക്കാണ്, പക്ഷെ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് തന്നെ കൺസിഡർ ചെയ്യാം. 4 അവറിൽ ആ ക്യാൻഡിൽ റണ്ണിങ് ആണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. നമ്മളെ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് നമുക്കത് കാണിച്ചു തരുമായിരുന്നു. ദെൻ 15 മിനിറ്റിൽ ഞാൻ 15 മിനിറ്റ് മാത്രമല്ല 1 അവറിൽ അവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, 1 അവറിലെ റിജക്ഷൻ ബ്ലോക്ക്, സോറി 1 അവറിലെ വിക്സ് ഓൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്തത് കേട്ടോ. നോക്കുക. ദെൻ ഇനി എക്സ്റ്റേണലിലോട്ട് ടാർഗറ്റ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്താ എടുക്കാത്ത? ഇത് എനിക്ക് ലിക്വിഡിറ്റി ആണ്, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ഇല്ലാതെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല അല്ലെ. എടുത്താൽ നമ്മൾ എന്താവും? നമ്മൾ ലിക്വിഡിറ്റി ആണ്. നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ലിക്വിഡിറ്റി. ഇനി എന്ത് ചെയ്യണം? എൻട്രിക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. പ്രൈസ് വന്നോ ഇല്ലയോ എന്നല്ല, നമ്മുടെ സെറ്റപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട്. അതിനാണ് നമുക്ക് കാര്യം കേട്ടോ. ഇതും ലിക്വിഡിറ്റി ആക്കി എടുക്കാം. 15 മിനിറ്റ് നോക്കട്ടെ. യെസ്, ലിക്വിഡിറ്റി ഉണ്ട്. വി ഹാവ് ലിക്വിഡിറ്റി. അപ്പം ഒരു മിനിറ്റ്, ഇത് ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മറ്റേതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും എക്സ്ട്രീമിൽ തന്നെ പോകണമെന്നില്ല. അതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഇന്നലെ 2 എൻട്രി എടുത്ത പോലെ അത് ഞാൻ വരച്ചു വെക്കുന്നു. ഇനി അതിന് പകരം വേറൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ 1 അവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അത് 50%-ൽ ടാപ്ഡ് ആണ് അല്ലെ. അതിന്റെ ബോഡി മാത്രം എടുക്കുന്നു, വിക്ക് എടുക്കുന്നില്ല, കാരണം അത് 50% ടാപ്ഡ് ആയതുകൊണ്ട്. വരച്ചു. അപ്പൊ ഇതിൽ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ലിക്വിഡിറ്റി, വേറെ ഒന്നുമല്ല, അതുകൊണ്ട് മാത്രം കേട്ടോ. വരച്ചിടുന്നു. ദെൻ അപ്പം അതിൽ ഞാൻ എൻട്രി എടുക്കാം. ഫുൾ റിസ്ക് ഇതിൽ ഇടണോ? വേണ്ട. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന 1 ലോട്ട് ആണെങ്കിൽ, ഞാനിവിടെ 1 ലോട്ട് ആയിരുന്നു ഉദ്ദേശിച്ചെങ്കിൽ അതിന് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 0.50 ഇവിടെ, 0.50 ഇവിടെ. ഇത് ഫെയിൽ ആയാൽ ഇത് എടുക്കാം, അത് ഫെയിൽ ആയാൽ ഒന്നുമില്ല, കൂട്ടിക്കെട്ടി വേറെ പരിപാടിക്ക് പോകുന്നു. ഓക്കെ, ജസ്റ്റ് വരച്ചിടുന്നു. ദെൻ എൻട്രി ഇവിടെ വെക്കുന്നു. സ്റ്റോപ്പ് ലോസ്, ഫിക്സ്ഡ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ടാർഗറ്റ് എങ്ങോട്ടാ? എക്സ്റ്റേൺ. ഓക്കെ. ദെൻ ലിക്വിഡിറ്റി ഇല്ല, മാർക്കറ്റ് പോവുകയാണ്, വരുമെന്ന് തോന്നുന്നില്ല. നോക്കാം. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. 15 മിനിറ്റ് ആയതുകൊണ്ടാട്ടോ അങ്ങനെ തോന്നുന്നത്. ഹൈ ടൈം ഫ്രെയിമിൽ വന്നാൽ അത്ര വലിയ ഇത് കണ്ട, കംപ്ലീറ്റ് ലിക്വിഡിറ്റി ആണ് കേട്ടോ. നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാം. യെസ്, ഷൂട്ട് അപ്പ്. ഓ, നമ്മൾ എക്സിറ്റ് ആയി. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കാം. ഞാൻ 0.50 ലോട്ട് എടുത്തുള്ളെങ്കിലും എൻട്രി ട്രിഗേർഡ് അല്ലേ. എൻട്രി ട്രിഗേർഡ് ആയി, സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷെ നമ്മുടെ എൻട്രി വാലിഡ് ആണോ അല്ലയോ നോക്കുക. നമ്മൾ ഫസ്റ്റത്തെ എൻട്രി വാലിഡ് ആയിരുന്നു, മീൻസ് ഇത് ലിക്വിഡിറ്റി ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ. സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെച്ചാൽ കരയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അടിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ ഇപ്പം സ്വീപ്പ് കഴിഞ്ഞു അല്ലെ. പോട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സെറ്റപ്പ് എന്താ? മേലെ ഉണ്ട് അല്ലെ. നമ്മൾ വെറുതെ കണ്ണും കൂട്ടി എടുക്കുന്ന എൻട്രീസ് അല്ല, നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന എൻട്രീസ്. നമുക്ക് എത്ര സ്റ്റോപ്പ് ലോസ് കവർ ചെയ്ത്, ചെറിയൊരു പോയിന്റ് ആയതുകൊണ്ട് അത് കവർ ചെയ്ത് ഒരു ഓക്കെ നോക്കാം. അതെടുക്കുന്ന എങ്ങോട്ടാ ടാർഗറ്റ് വെക്കുക? എക്സ്റ്റേണൽ. 1:8 അല്ലേ. ഇത് പോട്ടെ, ഇത് ഫെയിൽ ആയി അല്ലേ. അപ്പൊ നമ്മൾ ലിക്വിഡിറ്റി ആയി മാറി. ആയിക്കോട്ടെ, ഒരു ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ എൻട്രി എടുത്തത്. ദെൻ ഇത് മേലോട്ട് ഫെയിൽ ആയാൽ കഴിഞ്ഞു കേട്ടോ, പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. എന്നാലും നമ്മുടെ ഡയറക്ഷൻ വെച്ചിട്ടുള്ള ഒരു എൻട്രി കാണിച്ചു തന്നത് മാത്രം. എഗെയിൻ എന്താ സംഭവിച്ചത്? എഗെയിൻ ക്രിയേറ്റിംഗ് ലിക്വിഡിറ്റി അല്ലെ. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പക്ഷെ പ്രൈസ് അവിടെ എഗെയിൻ അത് പോവുകയാണോ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നതാണോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. 15 മിനിറ്റില് യെസ്, എഗെയിൻ പിന്നെയും ടാപ്പ് ചെയ്ത്. എത്ര പ്രാവശ്യം കുറേ ടാപ്പ് നടന്നത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് എ ലിക്വിഡിറ്റി സോൺ അല്ലെ. അപ്പൊ ഇതിന് പിന്നെയും പ്രയോറിറ്റി കൂടി. കാരണം എന്താ? അത്രയും ലിക്വിഡിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ലിക്വിഡിറ്റി അഗൈൻ ലിക്വിഡിറ്റി ആണോ? അതെ, കംപ്ലീറ്റ് ലിക്വിഡിറ്റി അല്ലെ. യെസ്, ടാപ്പ് ചെയ്തു. ദെൻ ഓക്കെ, ടാപ്പ് ചെയ്തു.
ഇനി പ്രൈസ് താഴോട്ട് വന്നാൽ നമുക്കിത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആക്കാം. അല്ലാത്ത പക്ഷം ഓക്കെ ടാപ്ഡ് എസ് 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 ഇവിടെ നിന്നും നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. പ്രൈസിന് എപ്പോൾ വേണം തിരിച്ചു ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം. കാരണം എന്താ, നമ്മൾ പകുതി ബ്രേക്ക് ചെയ്യുക അല്ലേ, പകുതി എടുത്ത് നമ്മുടെ പോക്കറ്റിൽ വെച്ച് ഇനി നമ്മൾ പ്രോഫിറ്റിലായി. ഇനി ബാക്കി നോക്കാം. റണ്ണിങ് അഗെയിൻ ഇതും കൂടെ ബ്രേക്ക് ചെയ്താൽ മേജർ ഒരു ബ്രേക്ക് സ്ട്രക്ചറും കൂടി ആയിട്ടോ. യെസ് ഗോട്ട് ബ്രോക്കൺ. ദെൻ ഇനി എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ഒരു ടാർഗറ്റ് ഞാൻ ബ്രേക്ക് ഈവൻ ആക്കി. കോസ്റ്റ് ടു കോസ്റ്റ് അല്ലേ, 0 to 0 എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ വന്നാൽ നമുക്ക് പ്രോഫിറ്റ് ആണുള്ളത്, ലോസ് ഇല്ല. കാരണം എന്താ, ബ്രേക്ക് ഈവൻ. അത് പണ്ടത്തെ വീഡിയോ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ബ്രേക്ക് ഈവൻ എന്നുള്ളത്, കാണാത്തൊരു പോയി കാണും. ദെൻ ഒരു ഇത്ര ഫിപ്സ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 70% എങ്കിലും ക്ലോസ് ചെയ്യും. മേജർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 70% 75% ക്ലോസ് ചെയ്ത് ബാക്കി മാത്രം എക്സ്റ്റേണലിലോട്ട് വിടുക കേട്ടോ. കാരണം അത്രയും ട്രേഡിംഗ് റേഞ്ച് വെച്ചിട്ടുള്ള എൻട്രീസ് വരുമ്പോൾ അങ്ങനെ വേണം. 76 പിപ്പാണ് ടാർഗറ്റ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. യെസ് ലിക്വിഡിറ്റി അഗൈൻ. ഇനി ഇവിടെ കണ്ടിന്യൂഷൻ എൻട്രി ഉണ്ടോ നോക്കാം. ലിക്വിഡിറ്റി അല്ലേ, ലിക്വിഡിറ്റിന് മേലെ നമുക്ക് ഹൈ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഉണ്ടോ? 1 അവറിൽ ഓർഡർ ബ്ലോക്ക് അല്ലേ, ഓർഡർ ബ്ലോക്ക്. ഇനി 2 അവറോ, 2 അവറിൽ മേലെ എക്സ്ട്രീം ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഞാൻ അതിന് ട്രസ്റ്റ് ചെയ്തു. 3 അവറോ, 3 അവർ നോ, 4 അവർ, 4 അവർ ഓർഡർ ബ്ലോക്ക് അല്ലെ, ഇതിനെ എടുക്കാം അല്ലേ. ഇനി 15 മിനിറ്റ് അടുത്ത എൻട്രി. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എൻട്രി പ്ലാൻ ചെയ്ത്, അവിടെ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് അല്ലേ. ലിക്വിഡിറ്റി അടുത്ത എൻട്രി കണ്ടിന്യൂഷൻ എൻട്രി ആണ്. ഡയറക്റ്റ് ഒരു എൻട്രി റൺ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഷൻ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എക്സ്റ്റേണൽ. ഇവിടെ നമുക്ക് പ്രോഫിറ്റും ഉണ്ട്. 75% ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ $1000 ആണ് റൺ ചെയ്യുന്നതെങ്കിൽ 1000ന്റെ 30% ബ്രേക്ക് ഈവൻ ആക്കി. ബാക്കി 75% എന്ന് വെച്ചാൽ കംപ്ലീറ്റ് 75 എന്ന് പറഞ്ഞാൽ 13 പിന്നെ 75 ഇല്ല കേട്ടോ, 30 കഴിഞ്ഞിട്ട് പിന്നെ 40 സംതിങ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത എൻട്രി ആണ്, അത് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ് നമുക്ക്. പക്ഷെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇല്ല, പ്രൈസ് അവിടെ നിന്ന് തന്നെ പോയി. ഇല്ല, പ്രൈസ് പിന്നെയും വന്ന് സ്വീപ്പ് നടത്തി. ദെൻ ഇനി അത് ടാപ്പ് ആവോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലിക്വിഡിറ്റി ഇത് കംപ്ലീറ്റ് എനിക്കിത് കാണുമ്പോൾ ലിക്വിഡിറ്റി ആട്ടോ. എനിക്കിത് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്, പക്ഷെ ലൈവ് മാർക്കറ്റ് ഇത്ര സുഖം ഉണ്ടാവില്ല. ലൈവ് മാർക്കറ്റിൽ വളരെ ഇമോഷൻ പ്ലേ ചെയ്യും കേട്ടോ, അതും കൂടെ ഓർക്കുക. ഇതിങ്ങനെ അടിച്ചുവിടാൻ നല്ല സുഖമാണ്. ഇതേപോലെയാണ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ പഠിച്ച കണ്ടന്റ് ഇവിടെ ഞാൻ ബാക്ക് ടെസ്റ്റ് വെച്ചിട്ട് അപ്ഡേറ്റ് നിങ്ങളോട് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ പൈസയും കൊണ്ടാണ് കളിക്കുന്നത്, ആ ഒരു ഇമോഷനും കൂടെ വരും കേട്ടോ. എന്ന് വെച്ചാൽ അത്ര പേടിക്കേണ്ടതൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, എഗെയിൻ ക്രിയേറ്റിംഗ് ലിക്വിഡിറ്റി. പക്ഷെ പ്രൈസ് ഈ സ്വീപ്പ് എടുത്ത് താഴോട്ട് പോയി, വന്നില്ല. പോട്ടെ, ടി പി എത്തിയില്ല അല്ലെ. നമ്മുടെ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇതാണ്, അത് എത്തിയോ ഇല്ല. ദെൻ പിന്നെ ലിക്വിഡിറ്റി വളരെ ടാപ്ഡ്. ഓക്കെ നോക്കിയേ, എൻട്രി ടാപ്ഡ്. നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാ കേട്ടോ, അവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഇവൻ ആവുള്ളൂ. ഇപ്പൊ നമ്മുടെ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ ഹൈ മാത്രം കവർ ചെയ്ത് നോക്കാം കേട്ടോ. ഓ ജസ്റ്റ് ഇതിന്റെ താഴെ പോയ ബ്രേക്ക് ഇവൻ, അല്ലാത്ത പക്ഷം അവിടെ നിൽക്കട്ടെ. സ്വീപ്പ് ആവുന്നാണ് തോന്നുന്നത്. കംപ്ലീറ്റ് ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ്. അപ്പൊ അതിന്റെ മേലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എക്സ്ട്രീം അല്ല, അത് എടുക്കാൻ പറ്റില്ല. എക്സ്ട്രീമിൽ ഒരു പോയിന്റ് ഉണ്ട്, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ ആയിരിക്കും. പക്ഷെ പ്രൈസ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രി എടുത്താൽ എക്സ്ട്രീമിലോട്ട് വരാൻ ഒരിക്കലും ശ്രമിക്കാറില്ല അല്ലേ. അതൊരു ഏരിയ ആണ്, ജസ്റ്റ് നോക്കാം. എക്സ്ട്രീം ഈ ഒരു പോയിന്റും കൂടെ എടുക്കാം, പക്ഷെ ആ ഒരു പോയിന്റ് വന്നാൽ നമ്മൾ ബ്രേക്ക് ഈവൻ ആയി പോകും. യെസ്, സ്റ്റോപ്പ് ലോസ് കേട്ടോ. അപ്പൊ കരയേണ്ട കാര്യമില്ല, മേജർ ആയിട്ടുള്ള ഒരു എൻട്രി റണ്ണിങ് ഉണ്ട്. പോട്ടെ, കുഴപ്പമില്ല, ജസ്റ്റ് അത് വരച്ചിട്ടേക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെച്ചാൽ അത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഓ ജസ്റ്റ് ഹിറ്റ് ആണ് കേട്ടോ. ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ആണ്, അത് ഹിറ്റ് ആവില്ലായിരുന്നു. 11 സംതിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ വെക്കരുത്, കുറച്ച് മാറ്റി വെക്കണം. അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയാനുള്ളതാണ്. എന്നാലും ഞാൻ ഇപ്പൊ വരച്ചത് കൊണ്ട് അത് സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കാം, ഒന്നും കൂടെ സ്വീപ്പായോ? അതും സ്വീപ്പായിട്ടോ. ബ്രീത്തിങ് സ്പേസ് കൊടുത്താലും നോക്കട്ടെ.
ബ്രീത്തിങ് സ്പേസ് കൊടുത്താലും ബ്രീത്തിങ് സ്പേസ് കുറച്ചും കൂടെ വേണം. എന്നാലും ഹിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഹിറ്റ് ആയി. അത് സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ തെറ്റി മറിച്ച് വെക്കേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് ആണ്. പോട്ടെ, കുഴപ്പമില്ല. പ്രൈസ് എന്നിട്ടിറങ്ങി അല്ലേ? എന്നിട്ടിറങ്ങിയാൽ എനിക്കിവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതിനൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പോട്ടെ, കുഴപ്പമില്ല. ദെൻ പ്രൈസ് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നമുക്ക് നോക്കാം. ദെൻ 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 ഓ, മേജറായിട്ട് പ്രൈസ് പോയി അല്ലേ? പോട്ടെ. യെസ്, ബ്രേക്ക് ഇവൻ എത്തിയാനെ എൻട്രി ജസ്റ്റ് മിസ്സാണ് അല്ലേ? പോട്ടെ, അത് കുഴപ്പമില്ല. അത് സ്റ്റോപ്പ് ലോസ്. അപ്പം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കിട്ടി. മറ്റേത് എന്തായി സംഭവിച്ചാൽ നോക്കിയേ, ബ്രേക്ക് ഇവനിൽ എത്തിയോ? ഇല്ല, പക്ഷേ നമുക്ക് ടാർഗറ്റ് കിട്ടി. സെറ്റപ്പ് ആണ് അല്ലേ? അപ്പൊ ഇത് കാണാൻ നല്ല സുഖമായിരിക്കും, പക്ഷെ ലൈവ് മാർക്കറ്റിൽ കുറച്ച് വിഷമാണ്. എന്നാലും ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് പോകുന്നത്. പലയിടത്തും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവാം അങ്ങനെ ചക്ക മാങ്ങ തേങ്ങ, അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയും മാർക്കറ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ മാർക്കറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ റീപ്ലൈ ടൂളും കൂടെ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം 1500 സംതിങ് ആണ് ഒരു മന്ത് വരുന്നത്. നോക്കുക. ഇനി അതില്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, പക്ഷെ അത് ഭയങ്കര പാടാണ്. നമുക്ക് ചാർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കാം. അപ്പം ഇപ്പൊ ഡെയിലി ആണ്, ഡെയിലി ഡിലീറ്റ് ആക്കിയാൽ നമുക്ക് ആ ബാക്കോട്ടുള്ള ഡാറ്റ കാണില്ല. അപ്പൊ നമ്മുടെ ഐഡിയക്കാണ് ബാക്കി മാർക്കറ്റ് നമ്മൾ ചെയ്തുകൊടുക്കുക. പക്ഷേ അതില്ലാത്ത പക്ഷം നമുക്കിവിടെ ലൈവായിട്ട് ചാർട്ട് കാണാം. അത് കാണും. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ബ്രേക്ക് സ്ട്രക്ചർ, ഇനി എന്താ നടന്നതെന്ന് ഇവിടെ കാണാം. അപ്പൊ നമ്മുടെ മനസ്സിൽ കള്ളത്തരം വരും. അത് ചെയ്യാണ്ട് ഇങ്ങനെയും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനൊരു അഡ്വാൻസ് അല്ല, ഇതിനൊരു നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഓർഡർ ബ്ലോക്ക് അല്ലാതെ വേറൊരു ഇൻബാലൻസിന്റെ ഒരു സാധനം കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പഠിപ്പിച്ചു തരാം. അപ്പൊ ഇപ്പൊ എല്ലാവരും പോയിട്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വാട്സപ്പ് അല്ല, ഡിസ്കോഡ് ത്രൂ ചോദിക്കുക. വാട്സപ്പിൽ അഡ്വാൻസ് എസ് സ്റ്റുഡൻസിനാണ് സപ്പോർട്ട്സും കാര്യങ്ങളും വരിക കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം വേർത്തി ആണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം വേർത്തി അല്ലെങ്കിൽ അതെല്ലാം തന്നെ ഇട്ടേക്ക്, ഒരു കുഴപ്പമില്ല. കാണുന്നവർക്ക് സമയം കളയണ്ടല്ലോ, അത് കണ്ടിട്ട് പോവാലോ. അപ്പൊ നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഒറ്റയടിക്ക് നമുക്കിതൊക്കെ പഠിച്ചെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. സമയമെടുക്കും. സമയമെടുത്താലും ഞാൻ പറയുന്ന ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സമയം വരും. എപ്പോഴും പറയുന്ന പോലെ അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുക. എല്ലാവരും ലേണിംഗ് സ്റ്റേജ് ആണ്, ഞാനും ലേണിംഗ് സ്റ്റേജ് ആണ്. ആരും ഇവിടെ പ്രോ അല്ലെങ്കിൽ ആരും ഇവിടെ വലിയ എക്സലന്റ് അങ്ങനെ ആരുമില്ല. അപ്പം നല്ലോണം പഠിക്കുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. റിസൾട്ട് നിങ്ങളെ തേടി വരും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.